ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. നമുക്കതിൻ്റെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട്, അതായത് 15 വർഷം ആയതാണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ടെസ്റ്റ് വർക്ക് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിലവിൽ പെയിൻറ്റിങ്ങിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ്ങിന് നമ്മൾ ഈ രീതിയിലാണ് അഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫുൾ പീസാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എമൗണ്ടിൽ റേറ്റിലൊക്കെ വേരിയേഷൻസ് വരും. അപ്പോൾ നമ്മൾ പരമാവധി അഴിക്കാവുന്ന ബോഡി പാർട്സൊക്കെ നമ്മൾ അതുമെന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ രീതിയിൽ നിർത്തിയിട്ടാണ് സംഭവം ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പാർട്സുകളൊക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കേബിളുകളെല്ലാം തന്നെ നമുക്ക് ചേഞ്ച് ചെയ്തിടണം. അതുപോലെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീറ്റർ അസംബ്ലി ഉണ്ടല്ലോ, ഈ മീറ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മീറ്ററിനകത്ത് റീഡിംഗ് ഒന്നും തന്നെ കാണിക്കില്ല, മൊത്തം ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയിൽ നിൽക്കണേ. അപ്പോൾ മാറ്റം ഉണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് അസംബ്ലി വരുന്നുണ്ട്, ഇൻഡിക്കേറ്ററുകൾ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വരുന്ന ഈ ടൈലൈറ്റിൻ്റെ ഈ ഗ്ലാസ് മാത്രമായിട്ട് കിട്ടും, അത് ഫേഡായ കാണും. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. പിന്നെ സീറ്റ് കവർ, ടാങ്ക് കവറൊക്കെ പുതിയത് ഇടേണ്ടി വരും. നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത് കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ കൂട്ടത്തിയുടെ കാർബേറ്ററൊക്കെ ഒന്ന് അയച്ച്, കാർബേറ്ററിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് അയച്ച് ക്ലീൻ ചെയ്യണതിന് നല്ലത് എനിക്ക് തോന്നുന്നു മാറ്റണതായിരിക്കും കേട്ടോ. കാരണം കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഓവർഫ്ലോ ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമ്മ റിപ്പയർ ചെയ്യണതിലും നല്ലത്, എന്തായാലും 15 വർഷം അയക്കണതാണ്. എന്തായാലും നമുക്ക് വലിയ ഇടയ്ക്ക് നമുക്ക് ഒരു തലവേദനയായിട്ട് വരാൻ സാധ്യതയുള്ള സംഭവമാണത്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലിയും കൂടി നമുക്ക് കൂട്ടത്തിക്കടെ മാറ്റി വിടണമായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ കൂട്ടത്തിക്കടെ മാറ്റും. കാരണം ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതുകൂടി ചെയ്തിട്ട് കൂട്ടത്തിക്കടെ എയർ ഫിൽറ്ററും പ്ലഗും എഞ്ചിനോയിലൊക്കെ നമുക്ക് ആ കൂട്ടത്തിക്കടെ തന്നെ ചെയ്ത് പോകും കേട്ടോ. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഫോർക്ക് അസംബ്ലിയുടെ ഉൾഭാഗം നമുക്ക് ഈ ബൂട്ട് ഇട്ടാൽ തന്നെ പുറത്ത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന പാട് ആ ഫോർക്കിൻ്റെ പൈപ്പ് പ്ലേറ്റിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിക്കടെ നമുക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ അഴിച്ച് ഫോർക്ക് പൈപ്പും മാറ്റി അതിൻ്റെ ഓയിൽസിൽ മാറ്റി റീസെറ്റ് ചെയ്യാം. കാരണം ഞാൻ അതൊക്കെ ഓൾറെഡി നമുക്ക് ഈ ലേബറിനകത്ത് ഉൾപ്പെട്ട് വെക്കോളും. നമുക്കിപ്പോൾ അഴിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സെറ്റ് ചെയ്യുന്ന ലേബറിനകത്ത് അത് ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതെല്ലാം നമ്മളിപ്പോൾ പിന്നത്തേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്താലും മതി. കാരണം ഇപ്പോൾ നിലവിൽ ലീക്കില്ല, പക്ഷെ പിന്നെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ നമുക്ക് അതിനേക്കാളും ഉപരി അതിൻ്റെ ലേബർ ചാർജ് അടക്കം നമുക്ക് പിന്നീട് ചിലവ് വരും. ഇപ്പോൾ കൂട്ടത്തിക്കടെ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ചെയ്തു പോകാമെന്നാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ആ മീറ്ററിൻ്റെ കേസൊക്കെ നമുക്ക് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. മീറ്റർ ഏകദേശം നമുക്കൊരു 3000 രൂപ മുകളിൽ ചിലവിൻ്റെ സംഭവമാണ്. അപ്പോൾ അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മളതനുസരിച്ച് ചെയ്യുള്ളൂ. കാരണം അതൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് വരുത്തേണ്ടതായിട്ടാണ്. അതേപോലെ തന്നെ ബാക്കിയത്തൊക്കെ ഓൾറെഡി നമുക്ക് ഉണ്ടാവും. ഹെഡ്ലൈറ്റ് അസംബ്ലി, പിന്നെ അതിൻ്റെ വൈസറിൻ്റെ മുകളിൽ തന്നെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, ഈ വിൻഡ് സ്ക്രീനൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ കളർ ഫേഡായ ഒരവസ്ഥയല്ലോ. പിന്നെ ബോഡി സ്റ്റിക്കർ പെയിൻറ്റ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ പഞ്ച് ചെയ്ത് കയറണം. വാട്ടർ സർവീസ് ഫുള്ളായിട്ട് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്ത് ശരിക്കും പുതിയ വണ്ടി ഇറങ്ങണ പോലെ തന്നെ ഇറങ്ങുള്ളൂ. നമ്മളിപ്പോൾ മൊത്തത്തിൽ അഴിച്ചുള്ളെങ്കിൽ പോലും വണ്ടി പെയിൻറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ പുതിയതുപോലെ തന്നെ ആവും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. എനിക്കതിനകത്ത് കാർബേറ്ററിൻ്റെയും അതേപോലെ സ്പീഡോമീറ്റർ അസംബ്ലി, മെക്കാനിക്സ് ഡിജിറ്റൽ മീറ്ററിൻ്റെയും ഒക്കെ ഒന്ന് കൺഫേം ചെയ്ത് പറയുകയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാനത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര കോസ്റ്റ് വരുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഫോർക്കിൻ്റെ കേസ് കേട്ടോ, ഫോർക്ക് പൈപ്പിൻ്റെ കേസ്, ആ 3 കേസ് ഒന്ന് കൺഫേം ചെയ്യാം. ബാക്കിയത്തൊക്കെ ഞാൻ അത്യാവശ്യം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ആ 3 ഐറ്റം നമ്മൾ പെൻഡിങ്ങിൽ നടത്തണേ. നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ചിട്ട് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ, ആ എസ്റ്റിമേറ്റിലും എടുത്താൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം.